അടുത്തതായിട്ട് നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ച ആ വയേർഡ് മീഡിയയുടെ ഒരു കമ്പാരിസൺ ആണ്. കേബിള്, അത് ട്വിസ്റ്റഡ് പെയർ, കോആക്സിയൽ ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ. ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്, ആദ്യം ട്വിസ്റ്റഡ് പെയറിൽ 10 Mbps മുതൽ 10 Gbps വരെ, അതേസമയം കോആക്സിയലിൽ 100 Mbps, ഒപ്റ്റിക്കൽ ഫൈബറിൽ മോർ ദാൻ 100 Gbps. അപ്പം ഏറ്റവും കൂടുതലായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഉള്ളത് ഒപ്റ്റിക്കൽ ഫൈബറിലാണ്. ഡാറ്റ ട്രാൻസ്ഫർ റേഞ്ച് 100 meters ആണ്. ട്വിസ്റ്റഡ് പെയറിൽ കോആക്സിയലിലും 100 meters ആണ്. ഒപ്റ്റിക്കൽ ഫൈബറിൽ അങ്ങനെ ഒരു റേഞ്ച് ഇല്ല. ഇന്റർഫറൻസ് സസെപ്റ്റിബിലിറ്റി, ഇന്റർഫറൻസ് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ നെറ്റ്വർക്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്റർഫറൻസ് സസെപ്റ്റിബിലിറ്റി ഈസ് മോർ ഇൻ ദ കേസ് ഓഫ് ട്വിസ്റ്റഡ് പെയർ. അതേസമയം ലെസ് ദാൻ എത്തർനെറ്റ് കേബിൾ, എന്താണ് എത്തർനെറ്റ് കേബിൾ? നമ്മൾ സാധാരണയായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന എത്തർനെറ്റ് കേബിളാണ്. അതിനെക്കാട്ടിലും കുറവായിട്ടാണ് വരുന്നത് കോആക്സിയലിൽ. അങ്ങനെ ഒരു സസെപ്റ്റിബിലിറ്റി ഇല്ല ഒപ്റ്റിക്കൽ ഫൈബറിൽ. ഇനി കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കോസ്റ്റ് കുറവ് ട്വിസ്റ്റഡ് പെയർ, കോആക്സിയൽ കുറച്ചും കൂടി എത്തർനെറ്റ് കേബിളിനേക്കാൾ കുറച്ചും കൂടി കോസ്റ്റ് ഉള്ളതാണ്. വളരെ കോസ്റ്റ് ഉള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്.